ഞാൻ തന്നെ സാക്ഷി. ഒരു ന്യൂറോളജിസ്റ്റിന്റെ വൈദ്യാനുഭവങ്ങൾ. രചന ഡോക്ടർ കെ രാജശേഖരൻ നായർ. ശബ്ദം നൽകുന്നത് കെ ജയകൃഷ്ണൻ. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിടെൽ ആൻഡ് DC ബുക്സ് 2021, എ DC ബുക്സ് പ്രൊഡക്ഷൻ. അധ്യായം 1. ആത്മകഥയുടെ ഒരു ഡ്രാഫ്റ്റ്. അടുത്ത സുഹൃത്തുക്കളും ചില വായനക്കാരും എന്നോട് കുറേയേറെ നാളുകളായി ആവശ്യപ്പെടുന്നതാണ് എന്റെ ആത്മകഥ എഴുതാൻ. അരനൂറ്റാണ്ടിലേറെ വൈദ്യമെന്നൊരു വിഷയം മാത്രം മനസ്സോട് ചേർത്ത് ജീവിച്ച എനിക്ക് അതേക്കാളും എളുപ്പം എന്റെ വൈദ്യത്തെക്കുറിച്ചും വൈദ്യചരിത്രത്തെക്കുറിച്ചും എന്റെ രോഗികളെക്കുറിച്ചും പറയുന്നതായിരിക്കും. 1960-ൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മെഡിസിന് കയറിയ കാലം മുതൽ പഠിച്ചെടുക്കാൻ ശ്രമിച്ചത് വൈദ്യമെന്ന ജീവനോപാധി മാത്രമല്ല, അതിന്റെ ചരിത്രവും തത്വശാസ്ത്രവും മറ്റ് മാനവിക വിഷയങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളും കൂടിയായിരുന്നു. അങ്ങനെയൊന്ന് ഒരു സാധാരണ വൈദ്യവിദ്യാർത്ഥി അന്വേഷിക്കേണ്ടായിരുന്നെന്നും അറിയാമായിരുന്നു. ഇവ ഒരു സാധാരണ വായനക്കാരന് അലഭ്യമായ വിവരങ്ങളാണ്. അവ മലയാളത്തിൽ എഴുതാൻ ആദ്യം നിർദ്ദേശിച്ചത് എന്റെ അച്ഛനാണ്, 1980കളുടെ ആദ്യത്തിൽ. അന്ന് എനിക്ക് അങ്ങനെയൊന്ന് ആലോചിക്കുന്നതിനു പോലും നേരവും കാലവും ഒന്നുമില്ലായിരുന്നു. പഠിപ്പിക്കാനുള്ള അക്കാഡമിക്കായി പൊങ്ങിവരാനുള്ള ധൃതിയിൽ മറ്റുള്ളതെല്ലാം മാറ്റിവെക്കേണ്ടി വന്നു. വേറെയുള്ള ആശകൾ തീരെ കുറവായിരുന്നു. വേണമായിരുന്നെങ്കിൽ ധനികനാകാമായിരുന്നു. ഞാൻ വാങ്ങിക്കൂട്ടിയത് ഭൂമിയോ സ്വർണമോ ആയിരുന്നില്ല. അന്ന് ഒരു പവന് 500 രൂപ പോലുമില്ല. 1 സെന്റ് ഭൂമിക്ക് പട്ടണങ്ങളിലെ നല്ല റെസിഡൻഷ്യൽ സ്ഥലങ്ങളിൽ കഷ്ടിച്ച് 1000-2000 രൂപ. അന്ന് ആളുകളുടെ കയ്യിലുള്ള ധനലഭ്യത അത്ര മോശമായിരുന്നു. വലിയ ഭൂസ്വത്തുള്ള ഒരു തറവാട്ടിൽ പിറന്നതുകൊണ്ട് ആവശ്യത്തിലേറെ ഭൂമിയായിരുന്നു പാരമ്പര്യമായി കിട്ടിയത്. ലൗകികമായ ഒന്നിലും വലിയ താൽപ്പര്യമൊന്നും കാട്ടാത്ത അച്ഛന്റെ ജീവിത വീക്ഷണവും ചര്യകളും സ്വാഭാവികമായും എന്നെ ഒരുപാട് സ്വാധീനിച്ചിരുന്നു. പ്രാക്ടീസിൽ നിന്നു കിട്ടിയ പൈസ കൂടുതലും പോയത് പുസ്തകങ്ങൾക്കും ജേണലുകൾക്കും. ഗ്രീൻ ജേണലിനും വൈറ്റ് ജേണലിനും, ന്യൂറോളജി, ന്യൂറോ സർജറി, സൈക്യാട്രി ജേണലിനും, സർജിക്കൽ ന്യൂറോളജി ജേണലിനും, ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിനും, അമേരിക്കൻ ന്യൂറോ റേഡിയോളജി ജേണലിനും ഒക്കെ ഓരോന്നിനും ഏറ്റവും കുറഞ്ഞത് $150-250 ആണ്ടുതോറും കൊടുക്കേണ്ടിയിരുന്നത്. പല സംഘടനകളുടെയും വാർഷിക വരിസംഖ്യ വേറെ. അമേരിക്കൻ ന്യൂറോളജി അക്കാഡമിയുടെ വാർഷിക തുക തന്നെ നല്ലൊരു സംഖ്യയായിരുന്നു. പിന്നെ വിദേശ പുസ്തകങ്ങൾ. അവ ഇന്ത്യയിൽ വരുമ്പോൾ ആയിരങ്ങളാണ് വില. അവ എന്റെ സ്വകാര്യ ലൈബ്രറിക്ക് വേണ്ടി വാങ്ങിയത് അക്കാലത്ത് അവയൊന്നും മെഡിക്കൽ കോളേജ് ലൈബ്രറിയിൽ ഇല്ലായിരുന്നതുകൊണ്ടാണ്. അവയിൽ ചിലവ ഇവിടെ വരും, വളരെ അപൂർവമായി. സത്യത്തിൽ എന്റെ ഈ കിറുക്കുകൾക്ക് വിഘാതം നിൽക്കാതിരുന്ന എന്റെ ശ്രീമതിക്ക് നന്ദി. അവ ഇല്ലായിരുന്നെങ്കിൽ എന്റെ അക്കാഡമിക് വളർച്ച മുരടിച്ചേനെ. മെഡിക്കൽ കോളേജ് സർവീസിൽ നിന്ന് പിരിഞ്ഞ് കുറേനാൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ സ്വയമൊരു സാവകാശം എന്റെ ഒരു ഹോബിക്കു വേണ്ടി ഉണ്ടാക്കിയെടുത്തത്. ഇഷ്ടമുള്ളത് എഴുതുക. അതിന് കൊടുക്കേണ്ടി വന്ന വില കൂടുതലായിരുന്നു എന്നറിയാം. എന്നാലും എഴുത്തു തുടങ്ങിയില്ല അന്നും. പിന്നെയും കുറേനാൾ കഴിഞ്ഞിട്ടാണ് എഴുതി തുടങ്ങിയത്. ഞാനും കരുതിയില്ല ഞാൻ എഴുതുന്നത് തെരഞ്ഞുപിടിച്ചു വായിക്കുന്ന ഒരു ചെറിയ കൂട്ടം വായനക്കാരുണ്ടാകുമെന്ന്. അവരുടെ പ്രോത്സാഹനമായി പിന്നത്തെ ആവേശം. അങ്ങനെ എഴുതിയ ലേഖനങ്ങൾ സമാഹരിച്ചപ്പോൾ അതിന് കേരള സമൂഹം തന്ന ആദരം എന്നെയും അത്ഭുതപ്പെടുത്തി. 2005-ലെയും 2007-ലെയും മികച്ച പുസ്തകങ്ങളുടെ ലിസ്റ്റിൽ എന്റെ പുസ്തകങ്ങളുമുണ്ടായിരുന്നു. ശരിക്കും 2012-ൽ പ്രസിദ്ധീകരിച്ച ഒന്നാണ് ഓർക്കാനുണ്ട് ഓർമ്മകൾ കൂടുതൽ ശ്രദ്ധ നേടേണ്ടിയിരുന്നത്. 6 മാസത്തിനിടയിൽ അതിന് വേറൊരു പതിപ്പുകൂടി വേണ്ടിവന്നെങ്കിലും പിന്നെ എങ്ങനെയോ അത് മങ്ങിപ്പോയി. ഞാനെഴുതുന്ന കഥകളുടെ അടിത്തറ എന്റെ 50 കൊല്ലത്തെ വൈദ്യാനുഭവങ്ങളും എന്റെ 130ഓളം ഗവേഷണ പ്രബന്ധങ്ങളും 40 കൊല്ലത്തിനു മേലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് വൈദ്യവിദ്യാർത്ഥികളെ പഠിപ്പിച്ചതിന്റെ അനുഭവ പാഠങ്ങളുമാണ്. ഞാനിതിൽ പറയാൻ പോകുന്ന ശാസ്ത്രകഥകളുടെ പ്രമാണരേഖകളായും അവയാണ് മുഖ്യമായും വരുന്നത്. ഞാൻ മുമ്പെഴുതിയ കഥകൾ
Sample complete. Ready to continue?